നമസ്കാരം. പോരാട്ടങ്ങളുടെ രംഗഭൂമിയായ കേരള പീപ്പിൾസ് ആർട്സ് ക്ലബിൻ്റെ KPACയുടെ കഥയിലേക്ക് വീണ്ടും സ്വാഗതം. KPACയുടെ കൺവീനർ കോടാകുളങ്ങര വാസുപിള്ള പ്രമാദമായ ചവറ മധുസൂദനൻ പിള്ള കേസിലെ പ്രധാന പ്രതിയായി തൂക്കിക്കൊല്ലാൻ ശിക്ഷിക്കപ്പെട്ടു. KPAC വല്ലാത്ത ഒരു പ്രതിസന്ധിയുടെ നാളുകളിലൂടെയാണ് അന്ന് കടന്നുപോയത്. KPACക്ക് ഒരു കൺവീനർ വേണ്ട എന്നും സെക്രട്ടറിയായി ഓമാധവൻ തന്നെ പ്രവർത്തിക്കാം എന്നുള്ള തീരുമാനമായി. അങ്ങനെ ജനകീയ കലാപ്രസ്ഥാനം വീണ്ടും അവരുടെ ജൈത്രയാത്ര ആരംഭിച്ചു. തിരുകൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി അവതരിപ്പിക്കപ്പെട്ടു. അന്നൊക്കെ കോൺട്രാക്ടർമാരാണ് നാടകം അവതരിപ്പിക്കുന്നത്, നാടകം ബുക്ക് ചെയ്യുന്നത്. അവർ ഒരു നിശ്ചിത തുകയ്ക്ക് KPACയുടെ നാടകം ബുക്ക് ചെയ്യും. പിന്നെ അത് മറിച്ച് മറ്റൊരാൾക്ക് കൊടുക്കും ഇരട്ടി തുകയ്ക്ക്. അവരിത് വേറൊരു തുകയ്ക്ക് വേറൊരാൾക്ക് വിൽക്കും. ഇങ്ങനെ ഈ നാടകത്തിൻ്റെ അഭൂതപൂർവമായ വിജയം മുതലെടുത്ത് ഒരുപാട് കോൺട്രാക്ടർമാരൊക്കെ വളർന്നു. പക്ഷെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികൾ തന്നെ അതിലിടപെട്ട് അവർ തന്നെ നേരിട്ട് നാടകം ബുക്ക് ചെയ്യാൻ തുടങ്ങി. അതിനു മുമ്പ് പലപ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, നാടകം നടത്താൻ ചെന്ന് കഴിഞ്ഞാൽ പൈസ കൊടുക്കില്ല, പണം മുഴുവനായിട്ട് കൊടുക്കില്ല, അഡ്വാൻസ് മാത്രം കൊടുക്കും. അല്ലെങ്കിൽ പറയും നാടകം അവസാനിക്കുമ്പോഴത്തേക്കും ബാക്കി പണം എത്തിക്കാമെന്ന് പറഞ്ഞ് പിന്നെ സ്ഥലം വിടും. പിന്നെ ആരെയും കാണില്ല. നാടകം അവതരിപ്പിച്ച് കഴിഞ്ഞ് ഈ ബുക്ക് ചെയ്ത ആളിനെ കാത്തിരിക്കും. അവരാരും സ്ഥലത്തുണ്ടാവില്ല, അവരുടെ പൊടി പോലും കാണില്ല. ഇങ്ങനെ ധാരാളം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് പാർട്ടിയുടെ കമ്മിറ്റികൾ തന്നെ നേരിട്ട് നാടകം ബുക്ക് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ആ ഒരു പ്രശ്നം മാറി. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നാടകത്തിൽ അഭിനയിക്കുന്നവരുടെ തന്നെ അവർക്ക് പല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ. പ്രധാനമായിട്ടും നായിക പ്രാധാന്യമുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന മാലയുടെ റോൾ അവതരിപ്പിച്ചിരുന്ന സുധർമ്മ, അവരെന്നൊരു സ്കൂൾ ടീച്ചറും കൂടിയായിരുന്നു. ഗവൺമെൻറ് സ്കൂളിൽ ജോലി ചെയ്യാണ്, സംഗീത ടീച്ചറായിരുന്നു. KPACയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കലാസമിതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ അവർക്കെതിരെ പലതരത്തിലുള്ള നടപടികളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി, ട്രാൻസ്ഫർ ഉണ്ടായി. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് മാനസികമായ വല്ലാത്തൊരു സംഘർഷത്തിലൂടെയാണ് സുധർമ്മ അന്ന് കടന്നുപോയിക്കൊണ്ടിരുന്നത്. മാത്രമല്ല, ഈ കഥാപാത്രം മാല എന്ന് പറയുന്ന ഒരു ദുഃഖപുത്രിയാണ്. എന്താ പറയണ്ടേ, അതിനകത്തെ പല രംഗങ്ങളും മാലയെ വല്ലാത്തൊരു വികാര വിക്ഷോഭത്തിലെത്തിക്കുന്ന പല രംഗങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അരങ്ങത്ത് തന്നെ തളർന്നു വീഴുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായി. അങ്ങനെ സുധർമ്മയുടെ അനാരോഗ്യം കാരണം തന്നെ നാടകം പലതവണ മാറ്റിവെക്കേണ്ടി വന്നിട്ടുള്ള സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ KPAC പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മറ്റൊരാൾ കാമ്പശ്ശേരിക്കാരനാകരൻ, അദ്ദേഹം MLA ആയിരുന്നു. അപ്പോഴത്തേക്കും ആ നിയമസഭയുടെ കാലാവധി അവസാനിച്ച് പുതിയ ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ചു. കാമ്പശ്ശേരിക്ക് ജനേകത്തിൻ്റെ പത്രാധിപ സമിതിയിലേക്ക് കാമ്പശ്ശേരി ചേർന്നു. അങ്ങനെ രാത്രി പത്രത്തിലെ ജോലി, അതുപോലെ തന്നെ നാടകരംഗത്തുള്ള അഭിനയം, മറ്റ് യാത്രകൾ എല്ലാം കൂടെ കാമ്പശ്ശേരിയുടെ ആരോഗ്യവും വല്ലാതെ ഒരവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ വലിയ അസുഖം നേരിട്ടു. അങ്ങനെ കാമ്പശ്ശേരി കുറച്ച് നാളത്തേക്ക് KPAC വിട്ട് ഒന്ന് മാറി നിൽക്കാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ അപ്പോൾ കാമ്പശ്ശേരിക്ക് പകരം ഒരാൾ വേണം. അതൊരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. കാമ്പശ്ശേരിയാണ് പരമപിള്ളയെ അവതരിപ്പിക്കുന്നത്. പരമപിള്ളയെ കാമ്പശ്ശേരി അല്ലാതെ മറ്റൊരാൾ അവതരിപ്പിച്ച് ആർക്കും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഇപ്പോൾ പറ്റിയ ഒരാളെ കണ്ടെത്തിയേ തീരൂ. അങ്ങനെ ഓമാധവനാണ് ഈ നടീതറന്മാർക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ അവരുടെ അഭാവം വരുമ്പോൾ പകരം ആളെ കണ്ടെത്തുന്നതൊക്കെ ഓമാധവൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഓമാധവൻ നേരെ പകരം ഒരു നടനെ അന്വേഷിച്ച് യാത്രയായി. എറണാകുളത്തോട്ടാണ് പോയത്. എറണാകുളത്ത് അന്ന് നവലോകം പത്രമുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നവലോകം ദിനപത്രം. അവിടെ നിന്നാണ് ഇറങ്ങുന്നത്. പന്തളം PR മാധവൻപിള്ളയാണ് അതിൻ്റെ പത്രാധിപർ. അപ്പോൾ പന്തളം PR എന്നെ ചെന്ന് കണ്ടു ഓമാധവൻ. അപ്പം പന്തളം PR പറഞ്ഞു, ഇവിടെ നമുക്ക് പറ്റിയ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റിയ ഒരാളെന്ന് എനിക്ക് തോന്നുന്ന ഒരാളുണ്ട്. അത് PJ ആൻ്റണിയാണ്. PJ ആൻ്റണി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കൊച്ചി ഭാഗത്തെ ഏറ്റവും പ്രശസ്തനായ ഏറ്റവും പ്രധാനപ്പെട്ട നാടകപ്രവർത്തകരിൽ ഒരാളാണ്. അദ്ദേഹവും അഡ്വക്കേറ്റ് JC പാത്താടനും ചേർന്ന് ആരംഭിച്ച പ്രതിഭ ആർട്സ് ക്ലബ്. അത് വളരെ ഒരു 1950കളുടെ തുടക്കത്തിൽ 50ലാണ് ഈ നാടകസമിതി ആരംഭിക്കുന്നത്. അതിനു മുമ്പ് തന്നെ PJ ആൻ്റണി കൊച്ചിയിലെ നാടകപ്രവർത്തകരിൽ ഒരു പ്രമുഖനായ നാടകപ്രവർത്തനാണ്. എഡ്ഡി മാസ്റ്റർ, മുത്തയ്യ,
ഖാൻ, ഇങ്ങനെ ഒരു ഗോവിന്ദൻകുട്ടി, ഇങ്ങനെ ഒരു സംഘം നാടക പ്രവർത്തകരുമായി ചേർന്ന് പി ജെ ആൻ്റണി നിരന്തരം നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. മാത്രമല്ല അന്ന് ഈ ഹാർമോണിസ്റ്റിനെ അരങ്ങത്ത് നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളൊരു കാര്യം, അത് വിപ്ലവകരമായ ആ ഒരു തീരുമാനം കൈക്കൊണ്ട് നടപ്പാക്കിയ ഒരാൾ പി ജെ ആൻ്റണിയാണ്. അതിൻ്റെ പേരിൽ പി ജെ ആൻ്റണി ധാരാളം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. അതുപോലെ തന്നെ ഈ കഥാപാത്രങ്ങളുടെ സംഭാഷണം തനി കൊച്ചി ഭാഷയിൽ ആക്കിയതും അങ്ങനെയുള്ള സംഭാഷണങ്ങൾ എഴുതിയ ഒരാളും പി ജെ ആൻ്റണിയാണ്. അങ്ങനെ പി ജെ ആൻ്റണി നാടകങ്ങൾ അവതരിപ്പിച്ച് പ്രതിഭ ആർട്സ് ക്ലബ്ബ് വളരെ ഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് ശങ്കരാടി ആണ് മറ്റൊരാൾ, ശങ്കരാടി ചന്ദ്രശേഖര മേനോൻ എന്ന് പറയുന്ന, ബോംബെയിലൊക്കെ പിന്നെ ബറോഡയിൽ പ്രവർത്തിച്ച് അതിനുശേഷം ബോംബെയിലെ കലാപരമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം കൊച്ചിയിൽ മടങ്ങിയെത്തിയ ശങ്കരാടിയാണ് പ്രതിഭ ആർട്സ് ക്ലബ്ബിലെ മറ്റൊരു പ്രവർത്തകൻ. അതുപോലെ തന്നെ എൻ ഗോവിന്ദൻകുട്ടി. അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് പുതിയൊരു നാടകം അവതരിപ്പിച്ചു. അത് ഇൻക്വിലാബിൻ്റെ മക്കൾ എന്നുള്ള നാടകം, പി ജെ ആൻ്റണി എഴുതിയ നാടകം. അതൊരു വളരെ ശക്തമായ ഒരു സാമൂഹ്യ വിമർശനമായിരുന്നു. പ്രധാനമായിട്ടും കത്തോലിക്ക പള്ളിയായിരുന്നു ആ നാടകത്തിലൂടെ വിമർശിച്ചത്. വളരെ തുരുമ്പിച്ച പഴകിയ അന്ധവിശ്വാസങ്ങൾ, അങ്ങനെ ഒരു ക്രിസ്ത്യൻ സമുദായത്തിനെ ആകെ ഗ്രസിച്ചിരിക്കുന്ന അത്തരമൊരു അവസ്ഥാവിശേഷത്തിലേക്കാണ് പി ജെ ആൻ്റണി വിരൽ ചൂണ്ടിയത്. അതിനകത്തെ നായകനായിട്ട് ആൻ്റണി തന്നെയാണ്, ഫ്രാൻസിസ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിട്ട് ആൻ്റണി തന്നെയാണ് അഭിനയിച്ചതും. ഈ നാടകം വളരെ ഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ ആ നാടകം പലയിടങ്ങളിലും കമ്മ്യൂണിസ്റ്റാക്കി നിരോധിച്ചതുപോലെ തന്നെ ഗവൺമെൻറ് അതാത് ജില്ലാ കളക്ടർമാർ അത് നിരോധിക്കാൻ തുടങ്ങി. കൊല്ലം ജില്ലയിൽ നിരോധിച്ചു, അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ നിരോധിച്ചു. അങ്ങനെ തൽക്കാലത്തേക്ക് നാടക അവതരണം നിർത്തിവെക്കേണ്ടി വന്നു. അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലിരിക്കുമ്പോഴാണ് ഈ ഒ മാധവനോട് പന്തളം പി ആർ ഇങ്ങനെ പി ജെ ആൻ്റണി ഉണ്ട്, പി ജെ ആൻ്റണിയെ ചെന്ന് കണ്ടാൽ മിക്കവാറും ഈ വേഷത്തിന് പരമവള്ളിയായി അഭിനയിക്കാൻ ഏറ്റവും പറ്റിയ ആൾ പി ജെ ആൻ്റണിയാണ് എന്ന് പറഞ്ഞുള്ള ഒരു നിർദ്ദേശം നൽകിയത്. അപ്പോൾ തന്നെ ഒ മാധവൻ ആൻ്റണിയെ കാണാൻ പോയി. ആൻ്റണി എന്ന ആൻ്റണിയുടെ അമ്മൂമ്മയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. മരണം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. അത്യാവശ്യമായ ചില സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയമായിരുന്നു അത്. അപ്പോൾ മാധവൻ ചെന്നിട്ട് ആൻ്റണിയെ ചെന്ന് കണ്ടു. അവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ട്. കാര്യം കിസാൻ സമ്മേളനത്തിന് ഈ ആൻ്റണി അഭിനയിച്ച ഒരു നാടകം നമ്മളൊന്ന് എന്നുള്ള നാടകവും അവിടെ അവതരിപ്പിക്കാനിരുന്നതാണ്. അത് ചില കാര്യങ്ങളാൽ അതിൻ്റെ അവതരണം നടന്നില്ല. അങ്ങനെ അവർ തമ്മിൽ നേരത്തെ തന്നെ പരിചയമുള്ളതാണ്. അപ്പോൾ അങ്ങനെ മാധവൻ ആൻ്റണിയെ ചെന്ന് കണ്ട് ഈ KPSC ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആൻ്റണി അധികം ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ ഉടനെ തന്നെ സമ്മതിച്ചു. അതിന് പ്രത്യേകിച്ചൊരു കാരണമുണ്ടായിരുന്നു. ഒരു സാമ്പത്തികമായി ഞാൻ ഈ പറഞ്ഞ മാതിരി ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആൻ്റണി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ അതും മാത്രമല്ല KPSC ആയിട്ട് ചേർന്ന് KPSCയുടെ ഒരു നാടകത്തിൽ നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി മാതിരിയുള്ളൊരു നാടകത്തിലെ ഒരു റോൾ, അതും സാധാരണ ഒരു വേഷമല്ലത്. കേന്ദ്ര കഥാപാത്രമായ പരമപിള്ളിയുടെ വേഷം കാമ്പശ്ശേരി കരുണാകരൻ അഭിനയിച്ച് എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ആൻ്റണിക്ക് വളരെ സന്തോഷമായിരുന്നു. ആൻ്റണി അപ്പോൾ തന്നെ പിന്നെ മാധവൻ്റെ കൂടെ കായംകുളത്തേക്ക് പുറപ്പെടുകയും ചെയ്തു. പക്ഷേ ഇത് ആൻ്റണിയുടെ വീട്ടിലും നാട്ടുകാർക്കിടയിലുമൊക്കെ ഒരു ചർച്ചാ വിഷയമായി. അമ്മൂമ്മ വിളിച്ചിട്ട് 4 ദിവസം പോലും തികഞ്ഞില്ല. അതിനു മുമ്പേ പിന്നെ ആൻ്റണി പോയി അതൊന്നും ആൻ്റണി വകവച്ചില്ല. അന്ന് തന്നെ ആൻ്റണി ഒരു ധിക്കാരിയാണ്. അങ്ങനെ ആൻ്റണി നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്നവരോട് എല്ലാവർക്കും ഉന്മേഷമായി. അല്ലെങ്കിൽ എന്താ ചെയ്യുന്ന, കാമ്പശ്ശേരി പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് എല്ലാവരും ആകെ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ആൻ്റണി വന്നത്. പക്ഷേ ആൻ്റണിയുടെ അഭിനയം, അദ്ദേഹത്തിൻ്റെ ഒരു സ്വതസിദ്ധമായ ചില ഹാവാദികളൊക്കെ ഉണ്ടായിരുന്നു. അത് ആ രീതിയിലാണ് ആൻ്റണി പരമപിള്ളിയെ അവതരിപ്പിക്കാൻ തുടങ്ങിയത്. KPSCയുടെ ക്യാമ്പിൽ എല്ലാവരും അത് വളരെ കൗതുകത്തോടെ എങ്ങനെയാണ് ആൻ്റണി പരമപിള്ളിയായിട്ട് അഭിനയിക്കുന്നതെന്ന് നോക്കി നിൽക്കുകയായിരുന്നു. ഈ അഭിനയം കണ്ടപ്പോൾ കൂട്ടത്തിൽ ആരോ പറഞ്ഞു, ഇങ്ങനെയല്ല കാമ്പശ്ശേരി അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആൻ്റണിയുടെ ആൻ്റണി ആകെ ചോദിച്ചു. ആൻ്റണി പറഞ്ഞു, ഞാനിപ്പോൾ കാമ്പശ്ശേരി ആകണോ പരമപിള്ളി ആകണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ഒരു പ്രതികരണം കണ്ടപ്പോൾ എല്ലാവരും ഒന്ന് വല്ലാതായി. അപ്പോൾ തന്നെ ജനാർദ്ദനക്കുറിപ്പ് പറഞ്ഞു, നമുക്കിത് ശരിയാക്കാം എന്ന് പറഞ്ഞ് ജനാർദ്ദനക്കുറിപ്പ് ആൻ്റണിയെ കൂട്ടി അദ്ദേഹത്തിന് മാരാരിത്തോട്ടത്തുള്ള വീട്ടിൽ കൊണ്ടുപോയി. അവിടെ ഒരാഴ്ച അവർ ഒരുമിച്ചിരുന്ന് ഈ സംഭാഷണങ്ങളൊക്കെ പഠിച്ച് കാര്യങ്ങളൊക്കെ പിന്നെ രംഗത്ത് ആ ഭാവചലനങ്ങളൊക്കെ അവിടെ വെച്ച് ഒന്നുകൂടെ പരിശീലിച്ച ശേഷം വന്ന് നാടകം അഭിനയിച്ചതോടുകൂടി പുതിയൊരു പരമപിള്ളയെ കാമ്പശ്ശേരി അവതരിപ്പിച്ച് മനുഷ്യരുടെ ഉള്ളിൽ, ആളുകളുടെ ഉള്ളിൽ ഇങ്ങനെ വളരെ പിന്നെ സ്ഥിരപ്രതിഷ്ഠ നേടിയ പരമപിള്ളിയുടെ പുതിയൊരു വ്യത്യസ്തമായ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വേറൊരു തരത്തിലുള്ള ഒരു പരമപിള്ളിയെ കാണാനുള്ള അവസരമുണ്ടായി. എല്ലാവർക്കും വളരെ തൃപ്തിയാവുകയും ചെയ്തു.
അതുപോലെ തന്നെ വേറൊരു കഥാപാത്രം ഗോപാലനാണ്. ഗോപാലൻ്റെ വേഷം സാംബശിവനാണ് ആദ്യം മുതൽ തന്നെ അഭിനയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ സാംബശിവൻ KPSC ചേർന്നപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, എനിക്ക് എപ്പോഴൊക്കെ കഥാപ്രസംഗം അവതരിപ്പിക്കാൻ പോകേണ്ടതുണ്ടോ അപ്പോൾ ഞാൻ ഇത് വിട്ടു പോകും എന്നുള്ള. അന്ന് സാംബശിവൻ കൊല്ലം SN കോളേജിലെ ഒരു പ്രമുഖ വിദ്യാർത്ഥി പ്രവർത്തകൻ കൂടിയാണ്. വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ പ്രമുഖ നേതാവാണ്, സംസ്ഥാന തലത്തിലുള്ളൊരു നേതാവാണ്. അതിനോടൊപ്പം തന്നെയാണ് കഥാപ്രസംഗ വേദികളിൽ വളരെ സജീവമായി നിൽക്കുന്നു. അതിൻ്റെ ഒപ്പം ഗോപാലനായി അഭിനയിക്കുകയും ചെയ്യുന്നു. പക്ഷേ സാംബശിവൻ്റെ സാംബശിവനതിന് പരിഗണന, മുഖ്യ പരിഗണന കഥാപ്രസംഗ വേദി തന്നെയായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനായി അദ്ദേഹം കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൊടാകുളങ്ങര വാസുപിള്ളയോട് അത് പറഞ്ഞിട്ടാണ് സാംബശിവൻ ഈ KPSCയിൽ ചേർന്നത്. അതുകൊണ്ട് സാംബശിവൻ കൂടെ കഥാപ്രസംഗത്തിന് പോകുമ്പോൾ പകരം ഒരാളെ കണ്ടെത്തണം. ആ ഇതിലേക്ക് വന്നത് പുനലൂർ രാജഗോപാലൻ നായരാണ്. രാജഗോപാലൻ നായർ അഭിനയിച്ചുകൊണ്ടിരുന്ന വേലിച്ചാരുടെ വേഷം മാറ്റിവെച്ച് ഗോപാലനായി അഭിനയിച്ചുകൊണ്ടിരുന്നു. പക്ഷേ രാജഗോപാലൻ നായർ MLA സ്ഥാനമൊക്കെ ഒഴിയുന്ന സമയത്തേക്കും അദ്ദേഹത്തിന് അഭിഭാഷക വൃത്തിയിലേക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം KPSCയോട് തൽക്കാലത്തേക്ക് വിട പറഞ്ഞുകൊണ്ട് KPSC വിട്ടുപോയി. അപ്പോൾ പകരം ഒരു ഗോപാലൻ വേണം. ആ ഗോപാലനായിട്ട് അഭിനയിക്കാൻ വേണ്ടി പിന്നെ ഇതുപോലെ തന്നെ കണ്ടുപിടിച്ച ഒരാൾ വൈക്കം ചന്ദ്രശേഖരൻ നായരാണ്. അദ്ദേഹം വൈക്കം ചന്ദ്രശേഖരൻ നായർ അന്ന് ജനൈകം പത്രത്തിൻ്റെ പത്രാധിപ സമിതിയിൽ N ഗോപിനാഥൻ നായർ, R ഗോപിനാഥൻ നായർ, കാമ്പശ്ശേരി കരുണാകരൻ, PK വാസുദേവൻ നായർ തുടങ്ങിയ V ലക്ഷ്മണൻ തുടങ്ങിയവരോടൊപ്പം പത്രാധിപ സമിതിയിലെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരാളാണ്. പക്ഷേ KPSC ആവശ്യപ്പെട്ടപ്പോൾ KPSCയുടെ തുടക്കം മുതൽ തന്നെ KPSC ആയിട്ട് വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന വൈക്കം ഇതുപോലെ ഈ ആവശ്യം വന്നപ്പോൾ ഗോപാലനായിട്ട് അഭിനയിക്കാൻ തയ്യാറായി. വൈക്കം വന്ന് കുറച്ച് വേദികളിലൊക്കെ ഗോപാലൻ്റെ വേഷം അഭിനയിച്ചു. അതിനുശേഷം മടങ്ങിപ്പോയി. അങ്ങനെ കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെടുന്ന പ്രധാനപ്പെട്ട നടീനടന്മാർക്ക് എപ്പോഴൊക്കെ അസൗകര്യമുണ്ടാകുമോ അതിന് പകരം ആളെ കണ്ടെത്തുക, ഇതൊക്കെ ഓമാധവൻ്റെ ചുമതലയിൽപ്പെട്ടതാണ്. അങ്ങനെ പുതിയ പല നടീനടന്മാരും KPSCയിലോട്ട് വരികയും കുറച്ച് നാളെങ്കിലും ആ വേഷങ്ങൾ അഭിനയിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു ആ രീതിയിലാണ് ഈ നാടകസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ PJ ആൻ്റണി പരമ്പുള്ളയുടെ വേഷം അഭിനയിച്ചുകൊണ്ട് KPSC ഒരു 2-3 മാസക്കാലം ആ നാടക സംഘം വളരെ ഒരു എല്ലായിടങ്ങളിലും നാടകം അവതരിപ്പിക്കുക, ആളുകൾ കൂടുതൽ ആളുകൾ നാടകം കാണാൻ വരിക. അങ്ങനെ അവരുടെ ഒരു പലതരത്തിലുള്ള ആളുകൾ എന്നുവെച്ചാൽ പ്രധാനമായിട്ടും രാഷ്ട്രീയപരമായ ശത്രുക്കൾ അവർ തന്നെ പനമ്പള്ളി ഗോവിന്ദമേനോനും PT ചാക്കോയും ഒക്കെ കാണാൻ വന്ന്, കോൺഗ്രസ് നേതാക്കൾ അവർ നാടകം കാണാൻ വന്ന് ഇവരെ അഭിനന്ദിച്ചിട്ടാണ് ഒരു ദിവസം പോകുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ശത്രുക്കൾ പലരും ആ നാടകം കാണാനും, കാര്യം കോൺഗ്രസ്സിനാണ് ഈ നാടകത്തോട് കൂടുതൽ ഒരു ശത്രുതാപരമായ സമീപനം ഉണ്ടായിരുന്നത്. കാര്യം അതിനകത്ത് ഒരു രംഗം എന്ന് പറയുന്നത് കേശവൻ നായർ, ജന്മി കേശവൻ നായരും അദ്ദേഹത്തിൻ്റെ ശിങ്കിടിയായ വേലുച്ചാരായിട്ട് അഭിനയിക്കുന്ന ശ്രീനാരായണപിള്ള എന്നുള്ള നടനാണ്. എൻ്റെ മകനാണ് ശരിയിലൊക്കെ അഭിനയിച്ചിരുന്ന ശ്രീനാരായണപിള്ള രാജഗോപാലൻ നായർ KPSCയിൽ നിന്ന് മാറി നിന്നപ്പോൾ ആ വേഷം അഭിനയിക്കാൻ വരികയും അങ്ങനെ ആ വേഷത്തിൽ വേലുച്ചാരുടെ വേഷത്തിൽ ശ്രീനാരായണപിള്ളയാണ് പിന്നീട് അഭിനയിച്ചിരുന്നത്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നാടകം അവതരിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവിടെയുള്ള പ്രാദേശിക രാഷ്ട്രീയമൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെക്കും. എന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ചേർന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ജന്മി കേശവൻ നായർ മത്സരിക്കാൻ പോകുന്നു, അത് നന്നായിരിക്കും എന്നുള്ള രീതിയിൽ ഇവർ തമ്മിൽ ചർച്ച ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്തിൽ ആ സ്ഥലത്തെ പ്രാദേശികമായ കോൺഗ്രസ് രാഷ്ട്രീയം, അവിടുത്തെ ചില അന്തർധാരകളും അവിടെ ചില പരസ്പരമുള്ള മത്സരവും ഒക്കെ ആ നാടകത്തിൻ്റെ ആ രംഗത്ത് സംഭാഷണമായി കൊണ്ടുവരും. അങ്ങനെ അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടെ കൈയടിച്ച് എതിരേൽക്കുന്ന ഒരു ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കോൺഗ്രസ്സുകാർക്ക് ഈ നാടകത്തോട് ഭയങ്കരമായ ഒരു വിരോധമുണ്ട്. മറ്റൊരു ശത്രുതാപരമായ സമീപനം സ്വീകരിച്ചിരുന്നത് പള്ളിയാണ്. അന്ന് വിരുദ്ധ മുന്നണി ബ്രദർ വടക്കൻ എന്നറിയപ്പെട്ടിരുന്ന, പിന്നീട് ഫാദർ വടക്കനായ മാറിയ പുരോഹിതൻ്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണി രൂപീകരിക്കപ്പെട്ട സമയമാണ്. PJ ആൻ്റണി അദ്ദേഹത്തിൻ്റെ ഇൻകുലാബിൻ്റെ മക്കളിൽ പ്രധാനമായിട്ടും വിമർശിക്കുന്ന ഈ ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ഫ്രണ്ടിനെയാണ്, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണിയാണ്. കർത്താവെ എന്തർത്ഥം എന്നതിനകത്തെ ഒരു കഥാപാത്രത്തെ കൊണ്ട് ചോദിപ്പിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണിയെക്കുറിച്ച്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെ ആൾക്കാർ പ്രത്യേകിച്ച് കത്തോലിക്ക പള്ളിയിൽ തന്നെ ഞായറാഴ്ചകളിലെ ചടങ്ങിൽ രാവിലെ വിളിച്ചു പറയും ഈ നാടകത്തെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ചും അച്ഛന്മാരൊക്കെ സാധാരണ പറയുന്ന ഒരു പതിവായിരുന്നു. പക്ഷേ ചിലയിടങ്ങളിൽ പാലാ പോലുള്ള ഒരു സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ വളരെ സജീവമായൊരു സ്ഥലമാണ് പാലാ. അവിടെയൊക്കെ ഈ നാടകം അവതരിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഒരുപാട് റൗഡികളുമൊക്കെ വന്ന് ഈ നാടകത്തെ അവതരണം തടസ്സപ്പെടുത്താൻ വരും. അതിനോടൊപ്പം തന്നെ ചിലരെങ്കിലും ഒളിച്ചു വന്ന്, ഈ പുരോഹിതരുൾപ്പെടെ ചിലരൊക്കെ ഒളിച്ചു വന്ന് ഈ നാടകം കാണുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു രാഷ്ട്രീയപരമായ ഒരു ശത്രുതയൊക്കെ
അങ്ങനെ അതുമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോഴുന്ന സമയത്താണ് ഒരു ദിവസം PJ ആൻ്റണി നാടകത്തിൽ അഭിനയിക്കാൻ എത്തിയില്ല. ആൻ്റണിക്ക് വേറെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ശാരീരികമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തിരിച്ച് പ്രതിഭ ആർട്സ് ക്ലബ്ബിലോട്ട് പോയി ഇൻക്വിലാബിൻ്റെ മക്കൾ എന്നുള്ള നാടകം രണ്ടാമത് നിരോധനം നീക്കിയതിന് ശേഷം അത് പിന്നെയും ആ നാടകം രംഗത്ത് കൊണ്ടുവരണമായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആൻ്റണിക്ക് വരാൻ സാധിച്ചില്ല. അപ്പോൾ നാടകം അവതരിപ്പിക്കാൻ വേണ്ടി എല്ലാവരും ചേർത്തലയിലാണ് നാടകം അവതരിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്നത്. എല്ലാവരും ചെന്നു. രാത്രി 10 മണിക്ക് നാടകം തുടങ്ങേണ്ട സമയത്ത് പോലും നാടകം തുടങ്ങിയില്ല. അത് പിന്നെയും വൈകി മുന്നോട്ട് പോകുന്ന സമയത്താണ് ആളുകളെല്ലാം ബഹളമുണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഓമാധവൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നാടകം വേണ്ടാന്ന് വെക്കാം എന്ന് ജനാർദ്ദനക്കുറിപ്പ് പറഞ്ഞ് അത് നാട്ടുകാരോട് പറയാൻ വേണ്ടി മൈക്കിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്കും ഓമാധവൻ പറഞ്ഞു, വേണ്ട, നമുക്ക് നാടകം അവതരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പരമപിള്ളയുടെ വേഷത്തിൽ അഭിനയിക്കാൻ തയ്യാറായി. കാര്യം ഓമാധവൻ ആ നാടകത്തിലെ പപ്പുവിൻ്റെ വേഷമാണ് അഭിനയിക്കുന്നത്. ഓമാധവൻ ആ നാടകത്തിൻ്റെ ഓരോ വാചകങ്ങളും, അതിനകത്തെ പരമപിള്ളയുടെ ഓരോ സംഭാഷണവും ഹൃദിസ്ഥമാണ്. അപ്പോൾ പോറ്റി സാർ ഉണ്ടായിരുന്നു കൂട്ടെ, കേശവൻ പോറ്റി സാറിനോട് പപ്പുവിൻ്റെ വേഷം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഇരുന്നാണ് ഈ നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി രംഗത്ത് കയറിയത്. പലപ്പോഴും ഈ നാടകത്തിലെ സംഭാഷണങ്ങൾ, ഇപ്പോൾ പുതിയ ആളുകളൊക്കെ അഭിനയിക്കാൻ വരുമ്പോൾ അവർ സംഭാഷണങ്ങൾ പഠിച്ച് നേരാവണ്ണം അരങ്ങത്ത് അവതരിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊക്കെ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരാൾ പോറ്റി സാറാണ്. അദ്ദേഹത്തിന് ഇത് കാണാപാഠമാണ് അതിൻ്റെ സംഭാഷണങ്ങൾ. പക്ഷെ അന്ന് ഈ നാടകം അവതരിപ്പിക്കാൻ വേണ്ടി പപ്പുവിൻ്റെ വേഷത്തിൽ രംഗത്ത് കയറിയപ്പോൾ പോറ്റി സാറിന് ഒരു വാചകം പോലും ഓർമ്മയില്ല, ഒരു സംഭാഷണം പോലും ഓർമ്മയില്ലാതെ ആകെ പ്രതിമയെ പോലെ നിൽക്കുന്ന ഒരവസ്ഥ വന്നു. അദ്ദേഹത്തിന് ഒരു സഭാകമ്പം വന്ന ഒരു എന്താ പറയുക, അത് ബാധിച്ച് അങ്ങനെ മാധവൻ ഡയലോഗ് പറയുന്നതിന് മറുപടിയായിട്ട് പോറ്റി സാറിന് പല ഡയലോഗുകളും പറയാൻ പറ്റിയില്ല. അല്ലെങ്കിൽ പറയുന്നത് മുഴുവൻ തെറ്റായ ഡയലോഗുകളാണ് പറയുന്നത്. ഒരു വിധത്തിൽ മാധവൻ തന്നെ ആ ഡയലോഗൊക്കെ പറഞ്ഞ് പപ്പുവിന് വേണ്ടിയിട്ടുള്ള സംഭാഷണം കൂടെ പറഞ്ഞ് ഒരു വിധത്തിൽ അന്ന് ആ നാടകം അവസാനിപ്പിച്ചു. അങ്ങനെ ഒരു രസകരമായ ഒരു സംഭവം കൂടെ ഉണ്ടായി. അങ്ങനെ ഒരു പല തരത്തിലുള്ള വൈതരണികളെ, പല തരത്തിലുള്ള പ്രതിസന്ധികളെ ഒക്കെ നേരിട്ടുകൊണ്ട് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയുടെ അവതരണവുമായി KPSC മുന്നോട്ട് പോയി.